അങ്കമാലി കിടങ്ങൂരിൽ ആനക്കലയിൽ തകർന്നത് 7 വാഹനങ്ങളാണ്. ഇൻഷുറൻസ് ഒക്കെ ഉണ്ടാകുമെങ്കിലും സംഭവിച്ച നഷ്ടങ്ങൾക്ക് എവിടെ നിന്നും പൂർണ്ണമായും നഷ്ടപരിഹാരം കിട്ടുമെന്നുള്ള ആശങ്ക വാഹന ഉടമകൾക്കടക്കമുണ്ട്. സംഭവത്തിൽ കേസെടുത്തതിന് പിന്നാലെ കൃത്യമായ കണക്കെടുപ്പ് പുരോഗമിക്കുകയാണെന്ന് അങ്കമാലി പോലീസ് വ്യക്തമാക്കി. കാറ് നശിപ്പിച്ചു, അവിടെ ഉണ്ടായ ടെമ്പോ നശിപ്പിച്ചു, ഞങ്ങളുടെ വണ്ടി നശിപ്പിച്ചു, ഒക്കെ കളഞ്ഞു. ഇവിടെ ഭയങ്കര ഇതായിരുന്നു. പന്തലുകാരൊക്കെ ഓടി രക്ഷപ്പെട്ടു. ഒരു കളിപ്പാട്ടം എടുത്ത് എറിയുന്ന ലാഘവത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ ഒരു കളിപ്പാട്ടം എടുത്ത് എറിയുന്നത് പോലെയാണ് ആന കാറെടുത്ത് എറിയുകയും കുത്തിമറിക്കുകയും ചെയ്യുന്നത്. ആന ഈ കാറ് കുത്തി ഒരുപാട് ദൂരേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഏതാണ്ട് പൂർണ്ണമായും ആ കാറ് തരിപ്പണമായി. ഒരു ടോട്ടൽ ലോസ് എന്ന അവസ്ഥ. കേവലം ഒരു കാറ് മാത്രമല്ല ആന അവിടെ ആ ക്ഷേത്ര മൈതാനിയിൽ തകർത്തത്. ഒരു 7ഓളം വാഹനങ്ങൾക്ക് കേടുപാടുകളും നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. 3 ഇരുചക്ര വാഹനങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം ഈ പന്തൽ സാമഗ്രികൾ കയറ്റി വന്ന പിക്കപ്പ് വാൻ, കൂടാതെ ജനറേറ്റർ കയറ്റി വന്ന ലോറി, അതോടൊപ്പം പന്തലിൻ്റെ ഒരു ഭാഗം അത് ഇടിച്ച് നശിപ്പിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗത്തെ മതിൽ, കൂടാതെ ക്ഷേത്രത്തിലെ ഗേറ്റ്, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ നാശനഷ്ടങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള കണക്കെടുപ്പ് അത് നടന്നു വരുന്നു എന്നതാണ് പോലീസ് അധികൃതരടക്കം വ്യക്തമാക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ വാഹന ഉടമകൾ അടക്കമുള്ളവർക്കുണ്ടാകുന്ന ആശങ്ക എന്ന് പറയുന്നത് ഈ നഷ്ടം എങ്ങനെ നികത്തി കിട്ടും, അല്ലെങ്കിൽ നഷ്ടപരിഹാരം എങ്ങനെ കിട്ടും എന്നത് സംബന്ധിച്ചുള്ളതാണ്. ഈ ആനയുടെ ആക്രമണത്തിൽ, ആനയുണ്ടാക്കിയിട്ടുള്ള ഈ ആക്രമണത്തിൻ്റെ ഭാഗമായി ഈ നശിപ്പിക്കപ്പെട്ട വാഹനങ്ങൾക്ക് അതിൽ ഇൻഷുറൻസ് അവൈൽ ചെയ്ത് കിട്ടുമോ എന്ന ആശങ്ക അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നെങ്കിലും ഈ ഇൻഷുറൻസ് വിദഗ്ധർ അല്ലെങ്കിൽ ഇൻഷുറൻസ് രംഗത്തുള്ളവർ പറയുന്നത് അത് കിട്ടും എന്നതാണ്. പക്ഷേ ആ ഇൻഷുറൻസിൻ്റെ സ്പെസിഫിക്കേഷൻസ് എങ്ങനെയാണ് എന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഈ പൂർണ്ണമായും ഈ തുക അവൈൽ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ അതെന്ത് ചെയ്യും എന്നതും അവരെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രശ്നമാണ്. ഇനി തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഒക്കെ ആണെങ്കിൽ അതും പ്രശ്നമാകും. അപ്പോൾ ഈ ഉണ്ടായ നഷ്ടത്തിന് പൂർണ്ണമായിട്ടുള്ള ആ തുക അല്ലെങ്കിൽ ആ വസ്തുവകകൾ അതെങ്ങനെ കിട്ടും എന്നതാണ് പ്രധാന പ്രശ്നമായി അവരെ അലട്ടുന്ന ഒരു വിഷയം. ഇതോടൊപ്പം ഈ ആന ഉടമയടക്കം പറയുന്നത് ആനയ്ക്ക് 15 ലക്ഷത്തോളം രൂപയുടെ ഇൻഷുറൻസ് ഉണ്ട്. ആനയെ കൊണ്ടുപോകുന്നവർക്കും അതും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് എന്നതാണ്. പക്ഷേ അത് ഈ വാഹന ഉടമകൾക്കടക്കം കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്, അല്ലെങ്കിൽ കിട്ടില്ല എന്നതാണ് നിയമവിദഗ്ധരടക്കം പറയുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു പൂരത്തിൻ്റെ ഭാഗമായിട്ട് എഴുന്നള്ളിക്കുന്നതിനായി ആനയെ കൊണ്ടുവന്നിട്ടുള്ളതാണെങ്കിൽ ആ പൂര കമ്മിറ്റിക്കാർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉത്സവം നടത്തിപ്പുകാരൊക്കെ ഇൻഷുറൻസ് എടുക്കാറുണ്ട്. അപ്പോൾ അതിൽ അവൈൽ ചെയ്ത് ഏതെങ്കിലും നാശനഷ്ടങ്ങൾ ഈ ആന മൂലം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കുന്ന നഷ്ടങ്ങൾ അത് അവൈൽ ചെയ്ത് കിട്ടാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള ഒരു അവസ്ഥയില്ല. മറ്റൊരു ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊണ്ടുപോയ ആനയാണ്, ആ ആനയെ അവിടേക്ക് കൊണ്ടുവന്നത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ നിന്ന് ഇവർക്ക് ഈ കാര്യങ്ങൾ കിട്ടുക പ്രയാസകരമാണ്. ഇതോടൊപ്പം ആ സംഭവത്തിൽ ഒരാൾ മരിച്ചിരുന്നു. ആനയെ കയറ്റിക്കൊണ്ടുവന്ന ലോറിയുടെ ഡ്രൈവറായിട്ടുള്ള വിഷ്ണുവാണ് മരിച്ചത്. മറ്റൊരു ആളായിട്ടുള്ള പാപ്പാൻ പ്രദീപിന് പരിക്കേൽക്കുകയും ചെയ്തു. അപ്പോൾ ഈ മരിച്ചയാളുടെ കുടുംബത്തിനുള്ള നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതെങ്ങനെയാണ് എന്നതടക്കം നോക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ നാശനഷ്ടങ്ങൾക്ക് വിക്ടിംസ് ആയിട്ടുള്ളവർ, അല്ലെങ്കിൽ ഈ വാഹന ഉടമകൾ, അല്ലെങ്കിൽ നാശനഷ്ടം നേരിട്ടവർ, അവരടക്കം വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഈ ഉടമ, ആനയുടെ ഉടമ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളിൽ ഉത്തരവാദിത്തം എടുക്കണം എന്നതാണ്. എന്തായാലും ഇപ്പോഴും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു അവ്യക്തതയും ആശയക്കുഴപ്പവും ഒക്കെ നിലനിൽക്കുന്നു. മാത്രമല്ല ഇതൊക്കെ എത്ര നാൾ കൊണ്ട് നേരെയായി സെറ്റിൽ ചെയ്ത് കാര്യങ്ങൾ നേരെയായി വരും എന്നതും അവരെ സംബന്ധിച്ചിടത്തോളമുള്ള വിഷയമാണ്. ക്യാമറമാൻ ജോയ് സിയാറിനൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.